ദുൽഖർ സൽമാൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള രീതിയിൽ അദ്ദേഹം തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ ചെയ്യുന്നു. മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രം സെലക്റ്റീവായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. കിങ് ഓഫ് കൊത്ത ഇനീഷ്യൽ പുള്ള് കിട്ടി, പക്ഷെ ചിത്രം പരാജയം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം ഐ ആം ഗെയിം നഹാസ് ആണ് സംവിധാനം ചെയ്യുന്നത്, നമ്മുടെ RDXന്റെ സംവിധായകൻ. ഈ ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ട് ദുൽഖർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നു, ഇന്ന് അദ്ദേഹം 14 വർഷമായി സിനിമാ ഫീൽഡിൽ വന്നിട്ട് 14 വർഷം കൊണ്ട് ഒരുപാട് ചിത്രങ്ങളൊന്നും അദ്ദേഹം വാരി വലിച്ച് അഭിനയിച്ചിട്ടില്ല. ആദ്യമൊക്കെ കുറച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വളരെ 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 സെലക്റ്റീവായി. വിജയോ പരാജയം എന്നല്ല, ഒരു പരിധി കൂടുതൽ ദുൽഖർ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. എന്തായാലും ഐ ആം ഗെയിമിന്റെ അപ്ഡേറ്റ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് 14 വർഷമായി വന്ന് ഈ ഓണത്തിന് 2026 ഓണത്തിന് ഐ ആം ഗെയിം റിലീസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അന്ന് ഗംഭീര ഏറ്റുമുട്ടലായിരിക്കും ഓണത്തിന് നടക്കുന്നത്. കാരണം വൈശാഖന്റെ, നമ്മുടെ ആക്ഷൻ ഡയറക്ടറാണ് വൈശാഖന്റെ, നമ്മുടെ ഖലീഫ പൃഥ്വിരാജും മോഹൻലാലും ഉള്ള സിനിമയാണ്. അതുപോലെ മോഹൻലാലിന്റെ മകളുടെ സിനിമ ആദ്യത്തെ പടം തുടക്കമുണ്ട്. അത് നിവിൻ പോളിയുടെ, ഗിരീഷ് ഷേഡിയുടെ സൂപ്പർ ഡയറക്ടറാണ്. ഗിരീഷ് ഷേഡിയുടെ പടമുണ്ട് ബദലഹം കുടുംബ യൂണിറ്റ്. ഇതിനോടൊപ്പം മത്സരിക്കാൻ വേണം ഐ ആം ഗെയിം. എന്തായാലും ദുൽഖറിന്റെ ഗംഭീര സിനിമയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഒരു കളക്ഷൻ പാൻ ഇന്ത്യൻ രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഏത് ചിത്രങ്ങൾ മിന്നിക്കുമെന്ന് നിങ്ങൾ കമന്റ്സ് തരാം.